എവ്രി വൺ മസ്റ്റ് സപ്പോർട്ട് ട്രൂത്ത്. ഇതാ കണ്ടോളി ഇവിടെ എവ്രി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും. ഇത് നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു കഥ വായിച്ചു ഓർമ്മയുണ്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ? അതിൻ്റെ അവസാനത്തെ ഭാഗമാണ്. ഓക്കെ, അപ്പം എവ്രി വൺ മസ്റ്റ്, എല്ലാവരും നിർബന്ധമായും ചെയ്യണം. മസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായും ചെയ്യണം. മസ്റ്റ് ഗോ, നിർബന്ധമായും പോകണം. മസ്റ്റ് കം, നിർബന്ധമായും വരണം എന്ന് പറയില്ലേ, നിർബന്ധമായും ചെയ്യണം. സപ്പോർട്ട് എന്നാണ് പിന്തുണക്കുക. അപ്പം എന്തായി? മസ്റ്റ് സപ്പോർട്ട്, നിർബന്ധമായും പിന്തുണക്കണം. നിർബന്ധമായും പിന്തുണക്കണം. എന്തിനെന്നറിയോ? ട്രൂത്ത്, സത്യത്തെ, സത്യം. ജസ്റ്റിസ്, ന്യായം. ആൻഡ് അതുപോലെ തന്നെ ഫ്രീഡം, സ്വാതന്ത്ര്യം. അപ്പം ഈ 3 കാര്യങ്ങളെയും നിർബന്ധമായും എല്ലാവരും പിന്തുണക്കണം. അതും എങ്ങനെ? കണ്ടോളി, ഫിയർ എന്ന് പറഞ്ഞാൽ പേടി ആണല്ലോ. വിത്തൗട്ട് ഫിയർ, വിത്തൗട്ട് കൂടാതെ, വിത്തൗട്ട് ഫിയർ പേടി കൂടാതെ. അപ്പം പേടി കൂടാതെ എല്ലാവരും നിർബന്ധമായും ഈ 3 കാര്യങ്ങൾ പിന്തുണക്കണം. ഏതൊക്കെയാണ്? സത്യം, ന്യായം, അതുപോലെ തന്നെ സ്വാതന്ത്ര്യം. ഇനി അടുത്ത സെൻറ്റൻസ് ആണ് ഇവിടെ കണ്ടോളി. ഇതാ, നെഹ്റു അഡ്വൈസസ്, നെഹ്റു ഉപദേശിക്കുന്നു. കണ്ടോ? ഗോസ് പോകുന്നു, കംസ് വരുന്നു, ആ നൂ ആണ്. അപ്പൊ നെഹ്റു ഉപദേശിക്കുന്നു ആരെ? ഇന്ദിര എന്ന് വെച്ചാൽ ഇന്ദിരാഗാന്ധിയെ ഉപദേശിക്കുന്നു. ടു ബി, ആകാൻ, അല്ലെങ്കിൽ ആകാൻ വേണ്ടി. അല്ല അതെങ്ങനെ? ഇതാ കണ്ടോളി. ഞാൻ പറഞ്ഞു ഓർമ്മയുണ്ട്, നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, ടു അല്ലേ, ടുവിൻ്റെ ശേഷം വെർബ് വന്നു കഴിഞ്ഞാൽ വേണ്ടി അല്ലെങ്കിൽ ആൻ എന്നർത്ഥം അല്ലേ. അപ്പം ഞാനൊരു ഉദാഹരണം പറയട്ടെ. പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കുക ആണല്ലോ. അതിന് മുന്നേ ടു വന്നു. അപ്പം എന്തായി? ടു പ്ലേ, കളിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കളിക്കാൻ. ഞാൻ കളിക്കാൻ പോയി, അല്ലെങ്കിൽ ഞാൻ കളിക്കാൻ വേണ്ടി പോയി എന്ന് പറയില്ലേ, അതാണ് വേണ്ടി അല്ലെങ്കിൽ ആൻ. അടുത്ത ഉദാഹരണം ഈറ്റ്, കഴിക്കുക ആണല്ലോ. ടു ഈറ്റ്, കഴിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കഴിക്കാൻ. അതുപോലെ അതുപോലെ ബി ഉണ്ടല്ലോ. ഈ ബി എന്ന് പറയുന്നത് ഒരു വെർബാണ്. ഇതിൻ്റെ മാത്രം അർത്ഥമാണ് ആകുക. എന്താണ്? ആകുക. അപ്പൊ ബീന്റെ മുന്നേ ടു വന്നു വിചാരിക്കാം. ടു വന്നു. അപ്പൊ എന്തായി? ടു ബി, ആകാൻ അല്ലെങ്കിൽ ആകാൻ വേണ്ടി. ടു പ്ലേ, കളിക്കാൻ വേണ്ടി. ടു ബി, ആകാൻ വേണ്ടി. ഓക്കെ, അപ്പൊ എന്താകാൻ വേണ്ടി എന്നറിയോ? ബ്രേവ് എന്ന് പറഞ്ഞാൽ ധൈര്യം. അപ്പൊ എന്തായി? ഇവിടെ ആരെ കുറിച്ചാണ് പറയുന്നത്? ഒരു പെണ്ണിനെ കുറിച്ചല്ലേ. അപ്പൊ എന്തായി? ധൈര്യം ഉള്ളവൾ ആകാൻ വേണ്ടി. എന്താണ്? ധൈര്യമുള്ളവൾ ആകാൻ വേണ്ടി നെഹ്റു ഇന്ദിരാഗാന്ധിയെ ഉപദേശിക്കുന്നു. അപ്പൊ ധൈര്യം മാത്രം പോരാ, വേറെ എന്തൊക്കെയുണ്ട്? കണ്ടോളൂ. ഓണസ്റ്റ്, സത്യസന്ധത. കൈൻഡ്, ദയ. ആൻഡ് അതുപോലെ തന്നെ റെസ്പോൺസിബിൾ, ഉത്തരവാദിത്തം. അപ്പൊ ഈ എല്ലാ കാര്യങ്ങളും ഉള്ളവളാകാൻ വേണ്ടി നെഹ്റു ആരെ ഉപദേശിക്കുന്നു? ഇന്ദിരാഗാന്ധിയെ ഉപദേശിക്കുന്നു. ധൈര്യമുള്ളവളാകാൻ, സത്യസന്ധത ഉള്ളവളാകാൻ, ദയ ഉള്ളവളാകാൻ, അതുപോലെ തന്നെ ഉത്തരവാദിത്തമുള്ളവൾ ആകാൻ വേണ്ടിയും നെഹ്റു ഇന്ദിരാഗാന്ധിയെ ഉപദേശിക്കുന്നു എന്നാണ്. അത് മനസ്സിലായല്ലോ. ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാൻ അല്ലെങ്കിൽ ആകാൻ വേണ്ടി. അത് ഇനി മറക്കോ? ഇല്ല. ഓക്കെ, ഒരു കുഴപ്പമില്ല. ഇനി വരാനുള്ള ഒരുപാട് ഇതുപോലെയുള്ള ക്ലാസ്സുകൾ നമ്മൾ ടു ബിയെ കുറിച്ചും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുകൊണ്ട് ഒരു ടെൻഷനും വേണ്ട. ഇനി അടുത്താണ് ഷീ, അവൾ. ഷുഡ്, നമ്മളൊരാളെ ഉപദേശിക്കൂലേ, എടാ നിനക്ക് അവിടെ പോകണം, നിനക്കവിടെ വരണം, അത് ചെയ്യണം എന്നു പറയില്ലേ. അങ്ങനെ ഒരു വ്യക്തിയെ നോർമലായിട്ട് ഉപദേശിക്കാൻ വേണ്ടിയാണ് ഷുഡ് ഉപയോഗിക്കുക. നം. അപ്പം ഷീ ഷുഡ് ഓൾവേസ്, എല്ലായ്പ്പോഴും. സ്റ്റാൻഡ് ഫോർ, മക്കളെ സ്റ്റാൻഡ് ഫോർ എന്ന് പറഞ്ഞാലും മസ്റ്റ് അല്ല, സ്റ്റാൻഡ് ഫോർ എന്ന് പറഞ്ഞാലും സപ്പോർട്ട് എന്ന് പറഞ്ഞാലും സെയിം ആണ്. പിന്തുണക്കുക. എന്താ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. സ്റ്റാൻഡ് ഫോർ എന്ന് പറഞ്ഞാലും സ്റ്റാൻഡ് ഫോർ എന്ന് പറഞ്ഞാലും സപ്പോർട്ട് എന്ന് പറഞ്ഞാലും സെയിം മീനിങ് ആണ്. പിന്തുണക്കുക. അപ്പോൾ എന്തായി? ഷീ ഷുഡ് ഓൾവേസ് സ്റ്റാൻഡ് ഫോർ. അപ്പൊ അവൾക്ക് എല്ലായ്പ്പോഴും പിന്തുണക്കണം. എന്തെന്നറിയോ? വാട്ട് ഈസ് റൈറ്റ്.
എന്താണ് ശരിയായത്. ഇവിടെ കണ്ടോ വോട്ട്, ഇവിടെ വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ് അല്ലെങ്കിൽ കാര്യം എന്നർത്ഥം. എങ്ങനെ എന്ത് എന്ത് എന്താണ് ഒന്നുകൂടി പറയാം. വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ദ് അല്ലെങ്കിൽ കാര്യം എന്നാണ് അർത്ഥം. അതെങ്ങനെ ഇപ്പം ശരിയായിത്തരാം. നമുക്കറിയാം വോട്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്ത് അല്ലേ, എന്ത്. വാട്ട് ഈസ് യുവർ നെയിം, നിങ്ങളുടെ പേരെന്താ? വാട്ട് ഈസ് ദാറ്റ്, അതെന്താ? വാട്ട് ഈസ് ദിസ്, ഇതെന്താ? എന്താണല്ലോ അതെ. പക്ഷേ ഇങ്ങനെയുള്ള സെന്റൻസുകളിൽ വോട്ട് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥമാണ് ദ് അല്ലെങ്കിൽ കാര്യം എന്ന് എഴുതി വെച്ചോളി. ഇനി എങ്ങനെയെന്ന് പറഞ്ഞുതരാം. അതാ കണ്ടോളി, ഞാൻ വേണമെങ്കിൽ വേറൊരു ചെറിയൊരു ഉദാഹരണം പറയാണ്. ഇപ്പം ഞാൻ പറയാണ്, ഐ ഡിഡൻറ്റ് അണ്ടർസ്റ്റാൻഡ്, എനിക്ക് മനസ്സിലായില്ല ആണല്ലോ. ഐ ഡിഡൻറ്റ് അണ്ടർസ്റ്റാൻഡ്, എനിക്ക് മനസ്സിലായില്ല. വാട്ട് യു സെഡ്. അപ്പോൾ യു സെഡ്, നിങ്ങൾ പറഞ്ഞ, ആ വോട്ട് വന്നല്ലോ ദ്, നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. എന്താണ് നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ഇനി അവിടെ ദ് എന്നതിന് പകരം കാര്യം എന്നുള്ള അർത്ഥം വെച്ച് നോക്കുക, അപ്പോഴും കറക്റ്റാണ്. ഐ ഡിഡൻറ്റ് അണ്ടർസ്റ്റാൻഡ്, എനിക്ക് മനസ്സിലായില്ല. വാട്ട് യു സെഡ്, നിങ്ങൾ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായില്ല. ഓക്കെ ആണോ? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്, വാട്ട് എന്നുള്ള വേർഡിൻ്റെ അർത്ഥം ഇങ്ങനെയുള്ള സെൻറ്റൻസുകളിൽ ദ് അല്ലെങ്കിൽ കാര്യം എന്നാണ്. ഓക്കെ, അത് ഓക്കെയാണ്. അപ്പോൾ എന്തായാലും ഈസ് റൈറ്റ്, ശരിയായ, അത് ഒരുമിച്ച് പറയുമ്പോൾ ഈസ് റൈറ്റ് ശരിയായ. അപ്പോൾ ശരിയായ കാര്യം അല്ലെങ്കിൽ ശരിയായത് എന്താണ്, ശരിയായ കാര്യം അല്ലെങ്കിൽ ശരിയായത് അവൾ എപ്പോഴും പിന്തുണക്കണമെന്നാണ് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഇവിടെ കണ്ടോളൂ, നെവർ ബി, ഒരിക്കലും ആകരുത്. നെവർ ഗോ, ഒരിക്കലും പോകരുത്. നെവർ കം, ഒരിക്കലും വരരുത് എന്ന് പറയില്ലേ. അതുകൊണ്ട് ബി എന്ന് ബി എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം, ഈ വേർഡിൻ്റെ മാത്രം അർത്ഥമാണ് ആകുക. അപ്പം നെവർ ബി, ഒരിക്കലും ആകരുത്. എഫ്രൈഡ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടി എന്നാണ്, പേടി. ഡിഫിക്കൽട്ടീസ് എന്താ, ബുദ്ധിമുട്ടുകൾ. അപ്പം എന്തായി, നെവർ ബി എഫ്രൈഡ് ഓഫ് ഡിഫിക്കൽട്ടീസ്, ഒരിക്കലും എന്താണ് ബുദ്ധിമുട്ടുകളെ പേടിക്കരുതെന്നായി. ഒരിക്കലും ബുദ്ധിമുട്ടുകളെ പേടിക്കരുത് എന്നാണ്. അപ്പോൾ അത് ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസിലേക്ക് കടക്കാം. ഇതാ കണ്ടോളൂ, ഒരു ഗുഡ് പേഴ്സൺ, ഒരു നല്ല വ്യക്തി ഷുഡ്, ഒരു നല്ല വ്യക്തി ഷുഡ് സെർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയോ, സേവിക്കുക, നമ്മൾ സേവനം ചെയ്യുക എന്ന് പറയില്ല, സേവിക്കുക, അതാണ്. അപ്പോൾ ഒരു നല്ല വ്യക്തി എന്ത് ചെയ്യണം, സേവിക്കണം. ആരെ? ദ നാഷൻ, രാജ്യത്തെ സേവിക്കണം. ആൻഡ് അതുപോലെ തന്നെ ഹെൽപ്പ് അതേഴ്സ്, മറ്റുള്ളവരെ സഹായിക്കണം. അപ്പോൾ രാജ്യത്തെ സേവിച്ചാൽ മാത്രം പോരാ, മറ്റുള്ളവരെ സഹായിക്കും വേണം. ഇനി അടുത്താണ് ദാ കണ്ടോളി, അറ്റ് ദി എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം എന്നാണ്. അവസാനം. ഓഫ് എന്ന് പറഞ്ഞ ലെറ്റർ, കത്ത്. അപ്പോൾ കത്തിൻ്റെ അവസാനം നെഹ്റു ബ്ലസ്സസ് പറഞ്ഞാൽ അനുഗ്രഹിക്കുന്നു. ബ്ലസ് പറഞ്ഞാൽ അനുഗ്രഹിക്കുക. സി ഒന്നില്ല ഇവിടെ, അനുഗ്രഹിക്കുന്നു. അപ്പോൾ നെഹ്റു അനുഗ്രഹിക്കുന്നു ആരെ? ഇന്ദിരാഗാന്ധി അനുഗ്രഹിക്കുന്നു. ആൻഡ് അതുപോലെ തന്നെ ഹോപ്സ്, പ്രതീക്ഷിക്കുന്നു. സി ആണ് അപ്പോൾ എന്തായി, നെഹ്റു ഇന്ദിരാഗാന്ധിയെ അനുഗ്രഹിക്കുന്നു, അതുപോലെ തന്നെ പ്രതീക്ഷിക്കുന്നു. എന്ത് പ്രതീക്ഷിക്കുന്നു അറിയോ? ദാറ്റ് എന്താണ്, ദാറ്റ് എന്ന് പറഞ്ഞാൽ അല്ലേ, അങ്ങനെ. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, രണ്ട് സെൻറ്റൻസുകളെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി ദാറ്റ് ഉപയോഗിക്കുമ്പോൾ അവിടെ എന്നുള്ള അർത്ഥമാണ്. ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. ഐ ബിലീവ്, ഞാൻ വിശ്വസിക്കുന്നു. ദാറ്റ് യു ക്യാൻ ഡു ദിസ്. ഐ ബിലീവ് ദാറ്റ് യു ക്യാൻ ഡു ദിസ്. ഞാൻ വിശ്വസിക്കുന്നു. ദാറ്റ് യു ക്യാൻ ഡു ദിസ്, നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന്. എന്താണ്? നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്ന് കാണുന്നത് ദാറ്റ്. ഓക്കെ, ഇന്ന് ഇവിടെ കിടക്കട്ടെ, അതിന് ശേഷമുള്ള പറയാം. അവൾ വിൽ ഗ്രോ അപ്പ് ടു ബി. ഇതുപോലെ പഠിച്ച് വെക്കുന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇത് കണ്ടോ, ഗ്രോ അപ്പ് ടു ബി.
ഇതൊരു 10 വർഷം പറഞ്ഞാൽ മതി. ഗ്രോ അപ്പ് ടു ബി, ഇത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം വരാൻ കുറച്ച് പാടാണ്. ഗ്രോ അപ്പ് ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർന്ന് ആയി മാറുക എന്നാണ്. വളർന്ന് ആയി മാറുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഗ്രോ അപ്പ് ടു ബി, വളർന്ന് ആയി മാറുക. എടാ എൻ്റെ മോള് വളർന്ന് ഡോക്ടറായി, അല്ല പിന്നെ എൻ്റെ മകൻ വളർന്ന് ഒരു എൻജിനീയറായി, ആണോ പിന്നെ വളർന്ന് ആയി മാറുക എന്ന് പറയില്ല. അതാണ് ഇതിൻ്റെ അർത്ഥം. ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കഷ്ണങ്ങളാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിനർത്ഥം വരില്ല. അതുപോലത്തെ പഠിച്ചു വെക്കുക, ഗ്രോ അപ്പ് ടു ബി. അപ്പം വില്ല് വന്നല്ലോ, എന്തായി ഭാവി അല്ലേ. അപ്പം അവൾ വളർന്ന് ആയി മാറും എന്നായി അല്ലേ. വില്ല് വന്നപ്പോൾ എന്തായി, അവൾ വളർന്ന് ആയി മാറും. എന്തായി മാറുന്നറിയോ, ഒരു കറേജിയസ്, ധൈര്യമുള്ള, ആൻഡ് അതുപോലെ തന്നെ റെസ്പോൺസിബിൾ, ഉത്തരവാദിത്തമുള്ള സിറ്റിസൺ, പൗരൻ. അപ്പോൾ എന്തായി, അവൾ വളർന്ന് ഒരു ധൈര്യമുള്ള, അതുപോലെ തന്നെ ഒരു ഉത്തരവാദിത്വമുള്ള പൗരൻ ആയി മാറുമെന്ന് നെഹ്റു പ്രതീക്ഷിക്കുന്നു എന്നായി. അവിടെ അന്ന് അല്ല നിന്ന്. ഇവിടെ ഉണ്ടോ ഹു. ഈ ഹു എന്ന് പറയുന്ന വേർഡ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആർക്ക് വേണ്ടി എന്ന് പറയുക, സിറ്റിസൺ, ആ പൗരനല്ല, പൗരൻ, അതിനു വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ ഹു എന്ന് പറയുന്നത് ന എന്നുള്ള അർത്ഥമാണ്. എങ്ങനെ ശരീരത്തിലാണ് ന, കണ്ടോളി. വിൽ വർക്ക് എന്ന ഇവിടെ പരിശ്രമിക്കുക എന്നോ, പരിശ്രമിക്കുക, വർക്ക്. അപ്പോൾ വിൽ വർക്ക്, പരിശ്രമിക്കും അല്ലേ. അപ്പോൾ പരിശ്രമിക്കും. അതുപോലെ ഫോർ എന്ന് പറഞ്ഞാൽ വേണ്ടി. ദ പ്രോഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരോഗതി എന്നാണ്. എന്താണ് പുരോഗതി ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുടെ പുരോഗതിക്ക് വേണ്ടി അല്ലേ. ഫോർ ദ പ്രോഗ്രസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാണ്. ഫോർ ദ പ്രോഗ്രസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പുരോഗതിക്ക് വേണ്ടി. ഞാൻ പറയുന്നതിന് മുന്നത്തെ നിങ്ങൾക്ക് വന്നുല്ലേ, ഞാൻ അർത്ഥം വെക്കുന്നതിന് മുന്നത്തെ നിങ്ങളുടെ മനസ്സിൽ വന്നു എൻ്റെ അർത്ഥം അല്ലേ. ഇന്ത്യയുടെ പുരോഗതിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന, ഇന്ത്യയുടെ പുരോഗതിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ഒരു ഉത്തരവാദിത്തമുള്ള, അതുപോലെ തന്നെ ധൈര്യമുള്ള ഒരു പൗരനായി മാറും അല്ലേ. പൗരനായി വളർന്ന് മാറും എന്ന് ആര് പ്രതീക്ഷിക്കുന്നവരോ, നെഹ്റു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ സെന്റൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അർത്ഥം വന്നു മനസ്സിൽ അല്ലേ, ആണല്ലോ. ഓക്കെ, ഇനി അടുത്താണ് ഇവിടെ കണ്ടോളി. ദ ലെറ്റർ, ഈ കത്ത്, ഷോസ് കാണിക്കുന്നു അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്നു എന്ന് പറയുന്നതോ, എ ഫാദേഴ്സ്, ഒരു അച്ഛൻ്റെ ഡീപ്പ്, ആഴത്തിലുള്ള ലവ്, സ്നേഹം. അപ്പം ഈ കത്ത് ഒരു അച്ഛൻ്റെ ആഴത്തിലുള്ള സ്നേഹത്തെ കാണിക്കുന്നു. ആർക്ക് വേണ്ടിയുള്ളതെന്നറിയോ, ഫോർ, വേണ്ടി, ഹീസ് ഡോട്ടർ, അദ്ദേഹത്തിൻ്റെ മകൾക്ക് വേണ്ടി അല്ലേ. അപ്പം അദ്ദേഹത്തിൻ്റെ മകൾക്ക് വേണ്ടിയുള്ള ഒരു അച്ഛൻ്റെ ആഴത്തിലുള്ള സ്നേഹത്തെ ഈ കത്ത് കാണിക്കുന്നു. സ്നേഹം, അച്ഛനാണ് പോലും അച്ഛൻ, അതുകൊണ്ട്. ആൻഡ് അതുപോലെ തന്നെ ടീച്ചേഴ്സ്, നമ്മളെ പഠിപ്പിക്കുന്നു. എന്ത്, ഈ കത്ത് പഠിപ്പിക്കുകയാണ് നമ്മളെ. ഇമ്പോർട്ടൻസ്, പ്രധാനപ്പെട്ട വാല്യൂസ്, മൂല്യങ്ങൾ. അപ്പം ഈ കത്ത് പ്രധാനപ്പെട്ട മൂല്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ലൈക്ക്, പോലെയുള്ള. അപ്പം എങ്ങനെ പോലെയുള്ള മൂല്യങ്ങൾ, അതാണ് പറഞ്ഞത്, പോലെയുള്ള, ലൈക്ക്. ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ്, ഇവിടെ കണ്ടോ, ഇൻഡിപെൻഡൻറ്റ്, സ്വതന്ത്ര ചിന്ത. ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര ചിന്ത പോലെയുള്ള മൂല്യങ്ങൾ, സ്വതന്ത്ര ചിന്ത. കറേജ്, ധൈര്യം. പാട്രിയോട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യസ്നേഹം, രാജ്യത്തോടുള്ള സ്നേഹമില്ല, അതാണ് പാട്രിയോട്ടിസം, രാജ്യസ്നേഹം. ഓണസ്റ്റി, സത്യസന്ധത. ആൻഡ് അതുപോലെ തന്നെ സർവീസ് ടു ദ നേഷൻ. ഇത് നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. സർവീസ് ടു ദ നേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യസേവനം എന്നാണ്. രാജ്യസേവനം, രാജ്യത്തെ സേവിക്കുക. അപ്പോൾ എന്തൊക്കെയാണ്, അപ്പോൾ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട മൂല്യങ്ങളാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ഈ ഒരു കത്ത്. ഏതൊക്കെയാണെന്നത് പറഞ്ഞോളൂ. ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ്, സ്വതന്ത്ര ചിന്ത, കറേജ്, ധൈര്യം, പാട്രിയോട്ടിസം, സ്നേഹം, ഓണസ്റ്റി, സത്യസന്ധത, ആൻഡ് അതുപോലെ തന്നെ സർവീസ് ടു ദ നേഷൻ,
രാജസേവനം. ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട മൂല്യങ്ങൾ ഈ കത്ത് നമ്മൾ പഠിപ്പിക്കുന്നതായി. അപ്പം ഈ ഒരു പാരഗ്രാഫിൻ്റെ അർത്ഥം നിങ്ങൾ ശരിക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യാന്നോ, നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നിർബന്ധമായി എടുക്കാവുന്നതാണ്. അതിന് മുന്നേ അത് പറയാനുള്ളതാണ്. ഇത് കണ്ടോളി, ഇവിടെ മസ്റ്റ് അതുപോലെ തന്നെ ഷുഡ്, ഈ രണ്ടിൻ്റെയും വളരെ മനോഹരമായിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ബൂസ്റ്റർ എന്ന് പറയുന്ന ബുക്കിൽ പേജ് നമ്പർ 177 177 പേജിൽ, ഒറ്റ പേജാണ്, ആ സിംഗിൾ പേജിൽ രണ്ടും ഉണ്ട്. മസ്റ്റിൻ്റെയും ഷുഡിൻ്റെയും വളരെ ബ്യൂട്ടിഫുൾ എക്സ്പ്ലനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പേജ് ഓപ്പൺ ചെയ്യുക 177, എന്നിട്ട് ആ കംപ്ലീറ്റ് വായിക്കണം. കംപ്ലീറ്റ് ഉദാഹരണങ്ങൾ ജസ്റ്റ് വായിക്കാം, കറക്റ്റ് മനസ്സിലാവും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. എടുത്താൽ മാത്രം പോരാ, എല്ലാ ക്ലാസ്സിലും പറയാറുണ്ട്, സ്ക്രീൻഷോട്ട് മാത്രം എടുത്താൽ പോരാ, എടുത്തിട്ട് ഇതിങ്ങനെ സ്വയം ഇതുപോലെ അർത്ഥം വെച്ച് നോക്കണം. ഓക്കെ, എടുത്തല്ലോ. ഓക്കെ, അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മറക്കരുത്, പ്രാക്ടീസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു എവരിവൺ.